ഹായ് മക്കളെ, ഡൽഹി യൂണിവേഴ്സിറ്റി അതിൻ്റെ ഫസ്റ്റ് സിമുലേറ്റർ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ലഭിക്കുകയോ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുമോ, അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഡൽഹി യൂണിവേഴ്സിറ്റി ഇന്നൊരു പ്രസ് റിലീസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. നിങ്ങൾക്കറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റി 17 ജൂണിനാണ്, ജൂൺ 17 അതിൻ്റെ കൗൺസിലിംഗ് പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് എക്സാം എഴുതി, CUT എക്സാം എഴുതി, റിസൾട്ട് വന്നു, സ്കോർ കാർഡ് വന്നു. പബ്ലിഷ് ചെയ്തതിന് ശേഷം ജൂൺ 17 അതിൻ്റെ CSAS എന്ന് പറയുന്ന കോമൺ സീറ്റ് അലൊക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു പോർട്ടൽ വഴി അപേക്ഷകൾ സ്വീകരിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡൽഹി യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്, ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ പേർ അപേക്ഷിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് UG പ്രോഗ്രാമിനോട്ട് വേണ്ടി അപേക്ഷിക്കുന്ന ഒരു കൗൺസിലിംഗ് പ്രൊസീജിയർ കൂടെയായിരുന്നു ഫേസ് 1 ഫേസ് 2 CSAS വഴി നടന്നത് എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എക്സാക്ട് നമ്പേഴ്സിലോട്ട് കൂടെ പോകും എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ കൗൺസിലിംഗ് പ്രൊസീജിയർ CSAS വഴിയാണ് നടക്കുന്നത്. ഫേസ് 1 ഫേസ് 2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഫേസ് 3 നിങ്ങളുടെ കോളേജസും അതുപോലെ തന്നെ സീറ്റുകളും നിങ്ങൾ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സാണ് അവിടെ ബാക്കിയായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, this year Delhi University has received highest number of candidates aspiring to take admissions to 71,642 സീറ്റുകളിലോട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് അപേക്ഷിക്കുന്ന ഏറ്റവും കൂടുതൽ അപേക്ഷകൾ ലഭിച്ചത് ഇപ്രാവശ്യമായിരുന്നു എന്നുള്ളത്. 79 പ്രോഗ്രാമുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റി UG പ്രോഗ്രാമുകളായി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ എത്ര പേരാണ് ഇപ്രാവശ്യം ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് അപേക്ഷിച്ചിരിക്കുന്നത് എന്നുള്ള എക്സാക്ട് നമ്പേഴ്സ് നമുക്കിവിടെ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നോക്കുക, നമ്പർ ഓഫ് സൈനപ്പ്, അതായത് ഫേസ് 1 ഫേസ് 2 കൂടെ ആയിട്ട് ടോട്ടൽ എത്ര പേര് ആ ഒരു പോർട്ടലിലോട്ട് സൈനപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3,05,357 പേരാണ്. അതുപോലെ തന്നെ ഫേസ് 2 കാൻഡിഡേറ്റ്സ് ഹു ഹാവ് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ദെയർ പ്രിഫറൻസസ്. നിങ്ങൾക്കറിയാം, കോളേജ് പ്രിഫറൻസ് കൊടുക്കാനുള്ളത് ഫേസ് 2 അപ്പോൾ ഫേസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 2,39,890 പേരാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫേസ് 2 കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സിമുലേറ്റഡ് റാങ്ക് ലിസ്റ്റാണ് ഇന്ന് പുറപ്പെടുവിച്ചത്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം, എനിക്ക് എങ്ങനെയാണിത് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ചെയ്യാനുള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ admission.uod.ac. എന്നുള്ള വെബ്സൈറ്റിലോട്ട് പോവാം, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ചെയ്യാനുള്ളത് ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ വിൻഡോ വരിക. നമ്മൾ മുമ്പ് കൊടുത്തതുപോലെ CUTൻ്റെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ അതിൻ്റെ പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങളുടെ സിമുലേറ്റർ റാങ്ക് ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഇവിടെ അപ്ലിക്കേഷൻ ഫേസ് 1 ഫേസ് 2 കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇന്നലെ അത് ക്ലോസ് ആയിട്ടുണ്ട്, ജൂലൈ 14 ഇന്നലെ ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്ന് സിമുലേറ്റർ റാങ്ക് ലിസ്റ്റ്, പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒരു ട്രയൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ സിമുലേറ്റർ റാങ്ക് ലിസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വ്യൂ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇതിപ്പോൾ ഒരു കുട്ടി, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു കുട്ടി BCom ഹോണേഴ്സിനും അതുപോലെ തന്നെ BComനും BA ഹോണേഴ്സ് ഇംഗ്ലീഷും BA ഹോണേഴ്സ് മൾട്ടിമീഡിയ ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ BA ഹോണേഴ്സ് ജേർണലിസം, അങ്ങനെ 5 കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ആകെ എല്ലാ കോളേജുകളിലുമായിട്ട് അയാൾക്ക് എത്രയാണ് റാങ്ക് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. BCom ഹോണേഴ്സിൽ 2,742, BComൽ 2,094, BA ഹോണേഴ്സ് ഇംഗ്ലീഷിൽ 1,091. അങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സിമുലേറ്റഡ് റാങ്ക് ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എഗെയിൻ നമ്മൾ പ്രസ് റിലീസിലോട്ട് പോവാണ്, അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലോട്ട് പോവാണ്. എന്തൊക്കെ കാര്യങ്ങളാണ്, ഇൻസൈറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ഒരു പ്രസ് റിലീസിലൂടെ കിട്ടുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു ടോട്ടൽ ആകെ 3,05,357 സ്റ്റുഡൻസ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ CSAS പോർട്ടൽ വഴി ഈ വർഷം അപേക്ഷിച്ചിട്ടുള്ളത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നമ്പർ ഓഫ് അപേക്ഷകളാണ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക്. അപ്പം 3,05,357 പേര് അപേക്ഷിച്ചു. അതിൽ ഫേസ് 2 പ്രിഫറൻസസ് ഫില്ല് ചെയ്തിട്ടുള്ളത് 2,39,890 അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്നൊരു സിമുലേറ്റഡ് റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിച്ചത്. അത് പ്രൊവിഷണലാണ്, അതൊരു ട്രയലാണ്, ഫൈനലല്ല. ഇനി നിങ്ങൾ ബാക്കിയുള്ള കുട്ടികൾക്ക് ബാക്കിയുള്ള കോളേജസും അതുപോലെ തന്നെ കോഴ്സസും അതിൻ്റെ പ്രിഫറൻസ് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ചില പ്രിഫറൻസസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതും കൂടെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് ഫൈനലായിട്ടൊരു
ജൂലൈ 19 ഫൈനൽ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരിക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോകും. അപ്പം നേരത്തെ പറഞ്ഞു പ്രിഫറൻസ് 2 ഫില്ല് ചെയ്തേക്കുന്നത് 2,39,890 പേരാണ്. അതിൽ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് യുണീക്ക് കോളേജ് പ്ലസ് പ്രോഗ്രാം പ്രിഫറൻസസ് റിസീവ്ഡ് ഫ്രം എ കാൻഡിഡേറ്റ്സ്, ടോട്ടൽ കോളേജുകളും അതുപോലെ തന്നെ സബ്ജക്റ്റ് കോമ്പിനേഷൻസും കിട്ടിയിട്ടുള്ളത് എത്ര പേരാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ ജെൻഡർ വൈസ് അപ്ലിക്കേഷൻസ് എത്രയാണ്, എത്ര ഫീമെയിൽസ് ആണ് അപേക്ഷകൾ സമർപ്പിച്ചത്, എത്ര മെയിൽസ് ആണ്, എത്ര ട്രാൻസ്ജെൻഡർ ഉണ്ട് എന്നുള്ള അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് ഫോർ ഓർഫൻ കോട്ട, ഓർഫൻ കോട്ടയിൽ എത്ര പേര്, നിങ്ങളിപ്പോൾ ഓർഫൻ കോട്ടയിലാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പേഴ്സ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 512 ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്ലൈഡ് ഫോർ സിംഗിൾ ഗേൾ ചൈൽഡ് കോട്ട, നിങ്ങൾ ഒറ്റ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോട്ട വഴി അപേക്ഷിച്ചിട്ടുള്ളത് 7,243 വിദ്യാർത്ഥികളാണ്, കാൻഡിഡേറ്റ്സ് ആണ്. അതുപോലെ മാക്സിമം പ്രിഫറൻസസ് റിസീവ്ഡ് ഫ്രം എ കാൻഡിഡേറ്റ്, അതായത് നിങ്ങൾക്കറിയായിരുന്നു നിങ്ങളിപ്പം BCom ഹോണേഴ്സ് അല്ലെങ്കിൽ BA പ്രോഗ്രാം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കോഴ്സുകൾ കണ്ടറിലായിട്ട് മൾട്ടിപ്പിൾ പ്രിഫറൻസസ്, അങ്ങനെ ഒരു വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ ആ ഒരു പ്രിഫറൻസസ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി 1,414 പ്രിഫറൻസസ് ആണ് ഫില്ല് ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് അല്ല. ആവറേജ് ഓഫ് പ്രിഫറൻസസ് റിസീവ്ഡ്, അതായത് ഒരു അപേക്ഷിച്ച പ്രിഫറൻസസ് നിങ്ങൾ ഈ പറയുന്ന 2,39,890 വിദ്യാർത്ഥികൾ ഡൽഹി യൂണിവേഴ്സിറ്റി CSIS പോർട്ടൽ വഴി പ്രിഫറൻസസ് ഫേസ് 2 പ്രിഫറൻസസ് അപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ആവറേജ് പ്രിഫറൻസസ് എത്രയാണെന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് 83 ആണ്. ടോപ്പ് 5 പ്രിഫേർഡ് പ്രോഗ്രാംസ് ഇൻ വേരിയസ് കോളേജസ്, അതായത് പല കോളേജുകളിലായിട്ട് കുട്ടികളുടെ ടോപ്പ് 5 പ്രിഫറൻസസ് അത് ഏത് കോഴ്സുകളിലാണെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് BCom ഹോണേഴ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ BCom ഉണ്ട്, BA ഹോണേഴ്സ് ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസും അതുപോലെ തന്നെ ഹിസ്റ്ററിയുമാണ് പിന്നീട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസസ് ഏത് കോഴ്സാണ് കൊടുത്തേക്കുന്നത്, അതിൽ ടോപ്പ് 5 പ്രോഗ്രാംസ് ഏതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ് അതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഏത് കോഴ്സിനാണ് വന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് 5 പ്രോഗ്രാംസ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത് BCom ഹോണേഴ്സ് പ്രോഗ്രാമിനാണ്. 48,336 പേരാണ് BCom ഹോണേഴ്സ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെച്ചേക്കുന്നത്. അതുപോലെ BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെച്ചേക്കുന്നത് 15,295 വിദ്യാർത്ഥികളാണ്. അതുപോലെ BSc ഹോണേഴ്സ് സുവോളജി ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെച്ചേക്കുന്നത് 12,722 വിദ്യാർത്ഥികളാണ്. അതുപോലെ BTech ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെച്ചേക്കുന്നത് 10,584. BCom പ്രോഗ്രാം ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് വെച്ചേക്കുന്നത് 8,939 വിദ്യാർത്ഥികളും എന്നുള്ളതാണ് നമുക്കിവിടെ ഡാറ്റ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ എനിക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ടോപ്പ് 5 കോളേജുകൾ ഏതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന 2 ലക്ഷത്തിലധികം വരുന്ന അപേക്ഷകളിൽ നിന്നും അവർ കൊടുത്തേക്കുന്നത്. അവരുടെ ടോപ്പ് പ്രിഫറൻസ് ആയിട്ട് വെച്ചേക്കുന്ന പ്രിഫറൻസ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് ആണ്, SRCC ആണ്. എനിക്കറിയാം BCom പ്രോഗ്രാമിനും BCom ഹോണേഴ്സിനും BBAക്കും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പ്ലേസ്മെൻറ്റുകളും അക്കാഡമിക്സും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോളേജാണ് ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടിട്ടുള്ള ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ് SRCC എന്ന് പറയുന്നത്. അപ്പം SRCCക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫറൻസ് ആയിട്ട് വെച്ചേക്കുന്നത്. 38,795 വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഹിന്ദു കോളേജിൽ ആണ് പിന്നീട് വരുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന രണ്ടാമത്തെ ഡൽഹി യൂണിവേഴ്സിറ്റി കണ്ടിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് ഹിന്ദു കോളേജാണ്. പിന്നീട് വരുന്ന ഹൻസ്രജാണ് 15,902. പിന്നെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് നിങ്ങൾക്കറിയാം, ശശി തരൂർ അടക്കമുള്ള ഒരുപാട് അലുമിനീസ് പഠിച്ചിറങ്ങിയിട്ടുള്ള കോളേജാണ്. അതുപോലെ മിറണ്ട ഹൗസ് ഉണ്ട്, 11,403 ആണ് എന്നുള്ളതും കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ടോപ്പ് 3 BA പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് BA പ്രോഗ്രാം എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കോമ്പിനേഷനുകളിലായിട്ട് BA പ്രോഗ്രാം ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു മൾട്ടി ഡിസിപ്ലിനറി പ്രോഗ്രാമാണ് BA പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ ഹോണേഴ്സ് ഒരു ഡെപ്തിൽ പഠിക്കാതെ പല വിഷയങ്ങൾ ഒരുമിച്ച് പെരിഫറലായിട്ട് പഠിച്ചു പോകുന്ന ഒരു സ്വഭാവത്തിലുള്ള ഒരു കോഴ്സാണ് BA പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ടോപ്പ് 3 BA പ്രോഗ്രാമുകളായിട്ട് കുട്ടികൾ കോമ്പിനേഷൻ ചൂസ് ചെയ്തേക്കുന്നത്
ഹിസ്റ്ററി പ്ലസ് പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ എക്കണോമിക്സ് പ്ലസ് പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ BA ഇംഗ്ലീഷ് പ്ലസ് എക്കണോമിക്സ് എന്നുള്ള ഈ ഒരു BA പ്രോഗ്രാമുകളാണ്. അതുപോലെ സ്ട്രീം വൈസ് ചോയ്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 58.89 വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ മത്സരാർത്ഥികളാണ് ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് പ്രോഗ്രാംസ്, ആർട്സ് കോഴ്സസ് ചൂസ് ചെയ്തത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ 20.89 20.89% ഓഫ് ആൾക്കാരാണ് കൊമേഴ്സ് ബേസ്ഡ് പ്രോഗ്രാംസ് ചൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ 20.22% ആൾക്കാരാണ് സയൻസ് ബേസ്ഡ് കോഴ്സസും അതിലോട്ട് ഡൽഹി യൂണിവേഴ്സിറ്റിൻ്റെ പല കോളേജുകളിലോട്ട് അപ്ലൈ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് അപേക്ഷകൾ ലഭിച്ചത് ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളിലോട്ടാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ടോപ്പ് 5 കുട്ടികളുടെ പ്രിഫറൻസസ് ഏതാണ്, അതിൻ്റെ കോളേജുകൾ ഏതാണ്, ടോപ്പ് 5 പ്രിഫേർഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഏതാണ്, BCom ഹോണേഴ്സ്, പിന്നെ അതുപോലെ BA ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ്, BSc സുവോളജി, BTech ഹോണേഴ്സ് മാത്തമാറ്റിക്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്, BCom എന്നിങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബാക്കിയൊന്നുമില്ലടാ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 14 ജൂലൈ ഇന്നലെയാണ് CSAS ഡൽഹി യൂണിവേഴ്സിറ്റിയിലോട്ട് അഡ്മിഷനുള്ള അവസാനത്തെ ഡേറ്റ് എന്ന് പറയുന്നത്. phase 1 ഉം phase 2 ഉം അപേക്ഷിക്കാനുള്ള അവസാനത്തെ ഡേറ്റ് ഇന്നലെ വരെ ആയിരുന്നു. അപ്പോൾ ഇന്നാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വന്നത്, സിമുലേറ്റഡ് റാങ്ക് ലിസ്റ്റ് വന്നത്. അത് ഫൈനൽ അല്ല, അത് സിമുലേറ്റഡ് ആണ്, പ്രൊവിഷണലാണ്, ട്രയൽ റാങ്ക് ലിസ്റ്റ് മാത്രമാണ്. അപ്പം നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപേക്ഷയുമായിട്ട് കോളേജുകളും അതുപോലെ തന്നെ പ്രോഗ്രാമുകളും കോഴ്സുകളും പ്രിഫറൻസസ് ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു സിമുലേറ്റഡ് റാങ്ക് ലിസ്റ്റ് വന്നിരിക്കുന്നത്. ഇത് ഫൈനൽ അല്ല. 19 ജൂലൈക്കാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത പോലെ 19 ജൂലൈക്കാണ് ഫൈനലായിട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റ് വരിക. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് വരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഞാൻ അവിടെ യെല്ലോയിൽ റൗണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 16 ജൂലൈ 2025, അതായത് നാളെ 11:59, നാളെ രാത്രി 11:59 വരെ നിങ്ങൾക്ക് അതിനുള്ള ഒരു ടൈം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നാളെ രാത്രി 11:59 വരെ നിങ്ങൾ കാത്തിരിക്കാതെ, അല്ലെങ്കിൽ അവസാന ടൈം വരെ സെർവർ ഡൗൺ ആവുന്നതും അതുപോലെ തന്നെ ട്രാഫിക് കൂടി സൈറ്റ് ജാം ആവുന്ന ആ ഒരു ഇഷ്യൂസിലോട്ട് അതിലോട്ട് പോവാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിഫറൻസ് ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ കോഴ്സുകളും ഏതൊക്കെ കോളേജുകളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ബെറ്റർ ആയിട്ടുള്ളത് അത് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാൻ ഒരു PDF നമ്മൾ കോംപ്രിഹെൻസീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളും അതുപോലെ തന്നെ കോളേജുകളും ബാക്കിയുള്ള സ്റ്റുഡൻസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം. അതുകൊണ്ട് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ലിങ്ക് നോക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാവും, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിഫറൻസസിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സിമുലേറ്റഡ് റാങ്ക് ലിസ്റ്റ് അതിൽ കൂടുതൽ മെച്ചപ്പെടാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് പ്രിഫറൻസസ് കൊടുക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ കോളേജുകളുടെയും കോഴ്സുകളുടെയും അത് നിങ്ങൾ നാളെ രാത്രിക്ക് മുമ്പായിട്ട് നിങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ദിവസം മാത്രമാണ് നമുക്ക് മുമ്പിലെ എഡിറ്റിങ്ങിലുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ നാളെ എഡിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ചേഞ്ചസ് സേവ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. സേവ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു പ്രിഫറൻസസ് അതുപോലെ എനേബിൾ ആവാന്നുള്ളതും ശ്രദ്ധിക്കുക. അപ്പോൾ ഫൈനലായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ജൂലൈ 19 വരും. അപ്പോഴാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുമോ സീറ്റ് കിട്ടില്ലേ, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നിങ്ങൾ വിചാരിച്ച കോളേജിൽ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറ്റുക. അതുവരെ കാത്തിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തുകയും ചെയ്യുക. അതുവരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അപ്ഡേറ്റ്സും നമ്മൾ ഈ ഒരു ചാനലിലൂടെ നമ്മൾ നിങ്ങളിലോട്ട് എത്തിക്കുന്നുള്ളതാണ്. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.